എനിക്കൊരു പഴയ ഫിയസ്റ്റ ഉണ്ട്. ഞാനത് എങ്ങനെയൊക്കെ കൊണ്ടു നടക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം വീട്ടിലും ആർക്കും താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനും എൻ്റെ കമന്റ് ഇട്ടു. അതിനിടയിൽ ഒരു മഹത് വ്യക്തി വന്നിട്ട് പറഞ്ഞേക്കുന്നു, കാരണം താങ്കൾ ഫിയസ്റ്റ കൊടുക്കാത്തതെന്ന് വെച്ചാൽ അത് കൊടുത്താൽ ഒരു ചായ കുടിക്കാനുള്ള കാശ് പോലും കിട്ടത്തില്ല, അതുകൊണ്ടാണ് കൊടുക്കാത്തത്. അല്ലെങ്കിൽ താങ്കൾ പണ്ടേ കൊടുത്ത് പുതിയ വണ്ടി മേടിച്ചതെന്നാണ് ആ മഹത് വ്യക്തിത്വം പറഞ്ഞേക്കുന്നത്. നമുക്ക് അതിലോട്ട് പോവാം. ഇപ്പോഴത്തെ ഇറങ്ങുന്ന കാറുകളിൽ 99% പെട്രോളാണ്. പെട്രോൾ കാറുകൾക്ക് തന്നെ മുടിഞ്ഞ വില എന്ന് പറഞ്ഞാൽ നമ്മളൊരു സി സെഗ്മെന്റ് കാറിനൊക്കെ 22-23 ലക്ഷം രൂപയാണ് ഒരു സെഡാൻ വരുന്നത്. ബേസിക് സെഡാന്റെ കാര്യം. അതിനകത്ത് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് യൂസ് ഉള്ള ഫീച്ചേഴ്സ് എന്താണുള്ളത്? ആ പടം ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും 2-3 ഡിസ്പ്ലേയും കുത്തി കയറ്റിയ കൊണ്ടൊന്നും കാറിനകത്തുള്ള വ്യത്യാസങ്ങൾ വരുന്നില്ല. സെക്കൻഡ്, പവർ ട്രെയിനിനകത്താണ് ഇപ്പൊ കാര്യം. ഇത്രയും വർഷം പഴക്കമുള്ള എന്റെ വണ്ടി ഇപ്പോഴും എനിക്ക് 21-22 മൈലേജ് തരുമ്പോൾ പുതിയ ജനറേഷൻ കാറുകൾ എടുത്ത ബുദ്ധിമാൻ എന്ന് സ്വയം പറയുന്ന ടീംസിന് കിട്ടുന്ന മൈലേജ് പെട്രോളിൽ 12-13 ആണ്. ഈ ഒടുക്കത്തെ ടാക്സും കൊടുത്ത് വണ്ടി മേടിച്ച് 12-13 മൈലേജും കിട്ടുന്നു. പ്ലസ് ഇപ്പം എത്തനോളും കൂടെ മിക്സിങ് തുടങ്ങിയോണ്ട് ആ 12 മൈലേജ് ഇനി 8-6 ഒക്കെ ആവും. അപ്പം ഒരു കണക്കിന് ലാഭമാണ്. ഈ വണ്ടി മൈലേജ് വരുന്നുണ്ട്, നമ്മൾ മാക്സിമം യൂസ് ചെയ്യും. മറ്റേത് 10-15 വർഷം കഴിഞ്ഞാലും ഏകദേശം ഒരു 50,000 കിലോമീറ്റർ ഓടി അതുപോലെ കിടക്കും. സോ ഈ പറഞ്ഞ പുള്ളിയോടുള്ള ഒരു മറുപടിയാണ്. അപ്പം എന്തുകൊണ്ടാണ് എന്ത് റീസണിലാണ് ഞാൻ അപ്ഗ്രേഡ് ചെയ്യേണ്ട കാര്യമുള്ളത്? ഈ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെന്റ് വണ്ടിക്കാണ് ഇത്ര വില വരുന്നുണ്ട്. പ്ലസ് ഒരു ഫിയസ്റ്റ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇത്രയും പഴയൊരു വണ്ടി എന്ന് പറഞ്ഞാൽ നല്ല മെയിൻ്റെനൻസ് വരുന്ന വണ്ടിയാണ്. ക്ലച്ച് പോകാം, കംപ്രസർ പോകാം, ആൾട്ടർനേറ്റർ പോകാം, ഇതിനൊക്കെ നല്ല വിലയുണ്ട്. ഒരു ആൾട്ടർനേറ്ററിന് തന്നെ 13,000-14,000 രൂപ വിലയുണ്ട്. അപ്പം ഇതൊക്കെ മാറിയിട്ടാണ് നമ്മളിത് കൊണ്ടു നടക്കുന്നത്. പുള്ളി പറഞ്ഞ പോലെ ഒരു ചായ കുടിക്കാൻ പോലും ഗതിയില്ലാത്തവനാണെങ്കിൽ എന്തിന് ഞാൻ ഇത്രയും കാശ് മുടക്കി ഇത് മാറണം? ഞാനിത് പൊളിക്കാൻ കൊടുത്താൽ പോലെ. അപ്പം ഈ പഴയ കാറുകൾ എടുക്കുന്നവരോട് പൊതുവെ ഒരു പുച്ഛ മനോഭാവമുണ്ട്. അതിന്റെ ആവശ്യമില്ല. പഴയ കാറ് അത്യാവശ്യം ഇനി ആൾട്ടോ ആണെങ്കിൽ പോലും അതുപോലെ മുടക്കിയിട്ടാണ് കൊണ്ടു നടക്കുന്നത്. അല്ല ആരും ഈ പുള്ളി പറഞ്ഞ പോലെ പുതിയ കാറ് മേടിക്കാനുള്ള കാശില്ലാത്തതുകൊണ്ടല്ല. പലർക്കും പല അറ്റ്മാച്ച്മെന്റ്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങളൊരു പഴയ തറവാട്, നിങ്ങൾ ജീവിച്ചു വളർന്നൊരു തറവാട്ടിൽ നിന്ന് മാറുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ഇമോഷണൽ കണക്ട് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സങ്കടം വരും അവിടെ നിന്ന് മാറുമ്പോഴത്തേക്കും. ആ സെയിം അവസ്ഥ തന്നെയാണ് നമ്മൾ ഇത്ര വർഷം നമ്മൾ ഇതുപോലെ പൊന്നുപോലെ എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോയി ഒരു കാറ് കിട്ടിയ വിലയ്ക്ക് കൊടുത്തിട്ട് പുതിയ കാറ് മേടിക്കുമ്പോഴും നമുക്കൊരു മെന്റൽ വിഷമം വരും. എന്റെ വിഷമം അതിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നിയ വിഷമം എന്ന് പറഞ്ഞാൽ ഈ മൈലേജിന്റെ കേസാണ്. കാരണം ഡീസൽ എനിക്ക് ടിയാഗോ മാത്രമേ ഇപ്പൊ നിലവിൽ ഡീസൽ കാറുള്ളൂ. ബാക്കിയെല്ലാം നിർത്തി പെട്രോളാണ്. പെട്രോളിനകത്ത് E20 പെട്രോളും കൂടെ വരുമ്പോൾ ഫ്യൂലും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായാലും ഒരു ഗുണവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം രജിസ്ട്രേഷൻ ഫീസ് 10,000 രൂപ